ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ പതിവുപോലെ ചായയൊക്കെ ഇട്ട് ഏട്ടന് കൊടുക്കുന്നുണ്ട്. ഏട്ടൻ എന്നിട്ട് രാവിലെ മോളെ കൊണ്ട് ട്യൂഷൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാ വിളിച്ചിട്ട് വരെയാണ് കേട്ടോ, ട്യൂഷന് കൊണ്ടാക്കി വിളിച്ചിട്ട് വന്നതാണ്. അപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഇന്നലത്തെ വെച്ചതിൽ ചിക്കൻ ഉണ്ടായിരുന്നു, അതും കൂടിയാണ്. അപ്പോൾ ഇന്ന് അത് മതിയെന്ന് വിചാരിച്ചു. അതും കട്ടൻ ചായയും കൂട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഏട്ടനും കൊടുത്തു. മക്കളൊക്കെ കുളിച്ച് റെഡിയായി. ഡ്രസ്സൊക്കെ മാറ്റി, തലയൊന്നും കെട്ടിയിട്ടില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തലയൊക്കെ കെട്ടി ഇറങ്ങാനായി കേട്ടോ. അപ്പോഴേ ഷൂ എടുക്കാൻ വന്നപ്പോഴാണ് അതിൻ്റെ താഴ്ഭാഗത്തൊരു പാമ്പിൻ്റെ ഒരിത് കണ്ടതും മോൾ വന്ന് പറഞ്ഞു. പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോഴേക്കും പാമ്പ് അതിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ. ചെറുതാണ്. അതിന് പിന്നെ ഓട്ടിച്ച് വിട്ടതിന് ശേഷം മക്കളെയൊക്കെ കൊണ്ടാക്കി തിരിച്ചു വന്ന് മുറ്റമൊക്കെ അടിച്ചിട്ട് നിന്നപ്പോഴാണ് കുറച്ച് ദിവസം മുന്നേ ഒരു പയർ ചെടി പൊടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്നിടത്ത്. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ വള്ളിപ്പയറിൻ്റെ അതായിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഒന്ന് പോയി നോക്കിയപ്പോഴാണ് കണ്ടത് അത് ബീൻസ് ആയിരുന്നു കേട്ടോ. ബീൻസ് കായ്ച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ പോയി ഞാൻ ഫോൺ എടുത്തിട്ട് വന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബീൻസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ചെടിയായിരുന്നു കേട്ടോ. അതിൽ ആദ്യമായിട്ടാണ് ഞാൻ ബീൻസ് ഞങ്ങളുടെ വീട്ടിൽ കായ്ച്ചിട്ട് കാണുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ കായ്ച്ച് നിൽക്കണത് കണ്ടിട്ടില്ല കേട്ടോ. അതിൽ ചെറുതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വലുതുണ്ട്. എന്നാൽ മൂത്ത് പോയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പാകത്തിന്. അതിൻ്റെ ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് പറിക്കാനും എനിക്കൊരു മനസ്സില്ല. അപ്പോൾ നിർത്തിയിരുന്നാൽ കുരങ്ങ് കൊണ്ടുപോകും. കുറച്ച് ദിവസമായിട്ട് കുരങ്ങൊന്നും അങ്ങനെ അധികം വരലില്ല. അതുകൊണ്ട് തന്നെ ആണിത് ഇത്രയും കിട്ടിയത് തന്നെ. ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അത് പറിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഇനി ഉച്ചത്തേക്കുള്ളത് നമുക്ക് ഒന്നേന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലെ വാങ്ങിയതിൽ കുറച്ച് ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെള്ളത്തിലിട്ടു, ഐസൊക്കെ മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ബീൻസ് കഴുകി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അരിഞ്ഞെടുക്കണം. കുറച്ച് പച്ചക്കറി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കരിവേപ്പില, മല്ലിയില, പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇനി കഴുകി മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഇതാ രാവിലെ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പം നമുക്ക് ഉച്ചത്തേക്ക് വെക്കേണ്ട. എന്നിട്ട് വെള്ളവും തിളപ്പിച്ച് വെച്ചു. അപ്പോൾ ചിക്കൻ്റെ മണം അടിച്ച ഉടനെ തന്നെ നമ്മുടെ പൂച്ചക്കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പാമ്പ് വന്ന സമയത്ത് ഇവരാരും കാണാനില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൻ്റെ അവിടെ ഉണ്ടാവുന്നതാണ്. 3 പൂച്ച എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടിപ്പാമ്പൊക്കെ കാണലുണ്ട്. അപ്പോൾ ഇവർ അതിനെ കടിച്ച് കൊല്ലലാണ്. അപ്പോൾ ഇന്ന് അവർ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ വൃത്തിയാക്കി ഞാൻ എൻ്റെ വേസ്റ്റൊക്കെ കൊണ്ട് അവർക്ക് കൊടുക്കാൻ പുറത്ത് പോയി. അപ്പോൾ ഈ പൂച്ച വേറൊരു പൂച്ചേനെ ഇവിടെ അടുപ്പിക്കൂല. ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരെ മാറി ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ, പാവല്ലേ. അതിനങ്ങോട്ട് ഞാൻ എറിഞ്ഞു കൊടുത്തു കേട്ടോ. ഇങ്ങോട്ട് വന്നാൽ കടിക്കും അതിന്. അങ്ങനെ ചിക്കനൊക്കെ വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് മല്ലിയിലയും കരിവേപ്പിലയും ഒക്കെ നമുക്ക് കഴുകി ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളം ഒരു ബോക്സിലാക്കിയിട്ടാണ് ഞാൻ കരിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകൊക്കെ വെക്കാറ്. അപ്പോൾ കഴുകിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെള്ളം തോർത്തിയിട്ട് വേണം ഇതിൽ വെക്കാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവില്ല. അപ്പോൾ ഇതുപോലത്തെ വെള്ള ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലെല്ലാം ആക്കി അടപ്പൊക്കെ അടച്ച് നമുക്കിനി ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് ദിവസം നമുക്കിരിക്കും. അല്ലാതെ നമ്മൾ വെച്ചിരുന്നാൽ കറിവേപ്പിലയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോവും, മല്ലിയിലയൊക്കെ അഴുകിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് എല്ലാം അരിഞ്ഞ് ഞാൻ അതിന് വേണ്ട കുറച്ച് തേങ്ങയും എല്ലാം കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. അതിലിനി പൊടികൾ ചേർക്കണം. അതിന് മുന്നേ നമുക്കിതിന് കടുക് താളിച്ച് ഈ പച്ചക്കറിയെ നമുക്കിതിലേക്ക് ഇടാം. അപ്പോൾ ഒരു ചെറിയൊരു തോരൻ നമുക്ക് കിട്ടി. നമ്മുടെ വീട്ടിൽ തന്നെ കഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റും നമുക്കൊരു മനസ്സിനൊരു സന്തോഷമായിരിക്കും കേട്ടോ. അതിൽ കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്ത് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും തളിച്ചിട്ടില്ല കേട്ടോ. ആ ചെറിയ എണ്ണയിൽ കിടന്ന് തന്നെ ചെറിയ തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് മുളക് പൊടിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത്
ഞാൻ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ചിക്കൻ നന്നായിട്ട് നല്ലൊരു കാന്താരി മുളകിട്ടൊരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാന്താരി മുളകുണ്ട്, നല്ല എരിവാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കി അതിൽ കാന്താരി മുളക് ഇട്ടിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് മറിച്ച് അടച്ച് വെച്ച്, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ഇതിങ്ങനെ. അപ്പോൾ അങ്ങനെ അതിനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇനി ബാക്കിയുള്ള നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും 1-2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്, കറിവേപ്പിലയും കൂടി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഈ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിനെ ഒന്ന് നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് മൂത്ത് വരണം. കുറച്ച് തീ കുറച്ചിട്ടാൽ മതി കേട്ടോ, ഒരുപാട് തീ ഇട്ടാൽ പെട്ടെന്ന് കരിയും. അപ്പം നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കന് വേണ്ട ഉപ്പ് കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടെ നമുക്ക് നന്നായിട്ട് ചേർത്ത് ഇതെല്ലാം ഇളക്കിയതിന് ശേഷം ഇത് ചിക്കനിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്, എന്നാലും കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ 2 വിസിലാകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് നല്ല ഒരു കുറുകിയ ഭാഗത്തിൽ തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇതിനി നമുക്ക് അടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ ആ വെള്ളവും ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് നന്നാക്കി എടുത്താൽ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ ചിക്കൻ വറുക്കാനുള്ളത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് വറുത്ത് എടുത്താൽ നമുക്ക് ഇന്ന് ഉച്ചത്തേക്കുള്ള അടിപൊളി രുചികരമായ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അച്ചാറും തോരനും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും കൂട്ടി അടിപൊളിയായിട്ട് ചോറ് വെച്ചു. അപ്പോൾ ഇത് വൈകുന്നേരത്തെയാണ്. വൈകുന്നേരം ഏട്ടൻ വന്നപ്പോൾ നമുക്ക് അലുവ കൊണ്ടുവന്നു. ഇത് ബുധനാഴ്ച സ്പെഷ്യലാണ്, എല്ലാ ബുധനാഴ്ചയും ഈ അലുവ കൊണ്ടുവരും. അപ്പോൾ അതും കൂടെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.